റിപ്പോർട്ട്സ് മൊഡ്യൂളിൽ 8th ഹെഡായി അറേഞ്ച് ചെയ്തിരിക്കുന്നത് സപ്ലയർ പേയ്മെൻറ്റ്സ് ആണ്. ഈ ഒരു സപ്ലയർ പേയ്മെൻറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് 2 റിപ്പോർട്ട്സ് ആണ്. ഫസ്റ്റ് വൺ പേയ്മെൻറ്റ്സ് മെയ്ഡ് ആൻഡ് റീഫണ്ട് ഹിസ്റ്ററി. പേയ്മെൻറ്റ്സ് മെയ്ഡ് റിപ്പോർട്ടിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. പേയ്മെൻറ്റ്സ് മെയ്ഡ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ സപ്ലയേഴ്സിന് ചെയ്ത പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു റിപ്പോർട്ട് ടേബിളിൽ കാണാം സപ്ലയർ നെയിം, നെക്സ്റ്റ് വൺ വരുന്നത് പേയ്മെൻറ്റ് ഡേറ്റ്, റെഫറൻസ് നമ്പർ, റിമാർക്സ്, അപ്ലൈഡ് ഇൻവോയ്സസ്, എമൗണ്ട്, പേയ്മെൻറ്റ് മോഡ്. ഇത്തരം ഡീറ്റെയിൽസ് ആണ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഒരു സപ്ലയേഴ്സിന് എത്ര പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ ആ പേയ്മെൻറ്റിൻ്റെ എല്ലാം സ്റ്റാറ്റസ് നമുക്കിവിടെ അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ എത്ര സപ്ലയേഴ്സിന് നമ്മളിവിടെ പേയ്മെൻറ്റ് റെക്കോർഡ് ചെയ്തു, അതുപോലെ തന്നെ ഓരോ സപ്ലയേഴ്സിനും ഏത് ഇൻവോയ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ പേയ്മെൻറ്റ് റെക്കോർഡ് ചെയ്തത്, അത്തരത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ ഒരു സപ്ലയർ നെയിമിൽ നമുക്ക് കോളത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ലിസ്റ്റ് ഓഫ് സപ്ലയേഴ്സ് ആൻഡ് പേയ്മെൻറ്റ് ചെയ്ത ഡേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓരോ പേയ്മെൻറ്റ് ഫോമിൻ്റെയും റെഫറൻസ് നമ്പറാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് ഫോമിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന റീമാർക്സ് ആണ്. അതിനുശേഷം വരുന്ന അപ്ലൈഡ് ഇൻവോയ്സസിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ആ പേയ്മെൻറ്റ്സ് എല്ലാം ഏത് ഇൻവോയ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടാണോ ചെയ്തത് ആ ഇൻവോയ്സസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നെക്സ്റ്റ് വരുന്നത് എമൗണ്ട് ആണ്. നമ്മൾ പേ ചെയ്ത എമൗണ്ട് ആൻഡ് പേയ്മെൻറ്റ് മോഡ് ഏതായിരുന്നു എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നു. സബ് ടോട്ടൽ എമൗണ്ട് നമുക്ക് താഴെ കാണാൻ സാധിക്കും. നെക്സ്റ്റ് ഈ ഒരു പേയ്മെൻറ്റ്സ് മെയ്ഡ് റിപ്പോർട്ട് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. കസ്റ്റമൈസ് റിപ്പോർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു പർട്ടിക്കുലർ ഡേറ്റിനിടയിലുള്ള ഡാറ്റയും അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ സപ്ലയറിൻ്റെ ഡാറ്റ ആക്സസ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. ഓപ്ഷൻ അല്ലെങ്കിൽ ഡേറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം റൺ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഡേറ്റ് അല്ലെങ്കിൽ സപ്ലയറിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് പ്രിൻ്റ് ഓപ്ഷനാണ്. റൈറ്റ് സൈഡിലുള്ള ഈ ഒരു പ്രിൻ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ്സ് മെയ്ഡ് റിപ്പോർട്ടിൻ്റെ വ്യൂ ആണ് ഓപ്പൺ ആവുന്നത്. ഈ ഒരു റിപ്പോർട്ട് വ്യൂവിൽ നമുക്ക് കംപ്ലീറ്റ് ഡാറ്റ ആയി നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കും. ഈ ഒരു കംപ്ലീറ്റ് ഡാറ്റ വ്യൂ ആക്സസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് പേജ് സെറ്റപ്പിനും അതുപോലെ തന്നെ സൂം ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ്. റൈറ്റ് സൈഡിലുള്ള പ്രിൻ്റ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു റിപ്പോർട്ട് പ്രിൻ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് എക്സ്പോർട്ട് ഓപ്ഷനാണ്. ഈ ഒരു പേയ്മെൻറ്റ്സ് മെയ്ഡ് ഡാറ്റ എല്ലാം എക്സൽ ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് എക്സിറ്റ് ഓപ്ഷനാണ്. എക്സിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പ്രീവിയസ് പേജിലേക്കാണ് റീഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് പേയ്മെൻറ്റ്സ് മെയ്ഡ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സപ്ലയർ പേയ്മെൻറ്റ്സിൻ്റെ അണ്ടറിൽ പേയ്മെൻറ്റ്സ് മെയ്ഡിന് ശേഷം നെക്സ്റ്റ് വരുന്നത് റീഫണ്ട് ഹിസ്റ്ററി ആണ്. റീഫണ്ട് ഹിസ്റ്ററി റിപ്പോർട്ടിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. ഈ ഒരു റിപ്പോർട്ടിൽ നമ്മൾ സപ്ലയേഴ്സിന് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഡെബിറ്റ് നോട്ട്സ് ഉണ്ടെങ്കിൽ ഡെബിറ്റ് നോട്ട്സിൻ്റെ റീഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു റിപ്പോർട്ട് ടേബിളിൽ ഫസ്റ്റ് ഓഫ് ഓൾ സപ്ലയർ നെയിം കാണാം. നെക്സ്റ്റ് വരുന്നത് ഡെബിറ്റ് നോട്ട് നമ്പർ ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഡെബിറ്റ് നോട്ടിന് റിലേറ്റഡ് ആയിട്ട് വരുന്ന റീഫണ്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെ ഡെബിറ്റ് നോട്ടാണോ നമുക്ക് റീഫണ്ട് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ആ ഡെബിറ്റ് നോട്ടിൻ്റെ നമ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് റീഫണ്ട് ഫോമിൻ്റെ റെഫറൻസ് നമ്പറാണ്. അതുപോലെ റീമാർക്സ് നമുക്കിവിടെ കാണാം. നെക്സ്റ്റ് വരുന്നത് ഇൻവോയ്സ് നമ്പറാണ്. ഏത് ഇൻവോയ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടാണോ ഡെബിറ്റ് നോട്ട് ക്രിയേറ്റ് ചെയ്തത് ആ പർച്ചേസ് ഇൻവോയ്സ് നമ്പറാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് എമൗണ്ട് ആണ്. ഓരോ റീഫണ്ടിൻ്റെയും ടോട്ടൽ എമൗണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ സബ് ടോട്ടൽ എമൗണ്ട് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഈ ഒരു റിപ്പോർട്ട് ഫിൽട്ടർ ചെയ്യണം അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ് റിപ്പോർട്ട് ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. കസ്റ്റമൈസ് റിപ്പോർട്ട് ഓപ്ഷനിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആൻഡ് എൻഡ് ഡേറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ ഡേറ്റിനിടയിലുള്ള ഡാറ്റ ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഒരു പർട്ടിക്കുലർ സപ്ലയറുടെ ഡാറ്റ മാത്രം ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സപ്ലയർ സെലക്ട് ഓപ്ഷനിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള സപ്ലയറിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം റൺ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു സപ്ലയറിൻ്റെ ഡീറ്റെയിൽസ് മാത്രമായിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് പ്രിൻ്റ് ഓപ്ഷനാണ്. ഈ ഒരു പ്രിൻ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീഫണ്ട് ഹിസ്റ്ററി റിപ്പോർട്ടിൻ്റെ വ്യൂ ആണ് ഓപ്പൺ ആവുന്നത്. ഈ ഒരു റീഫണ്ട് ഹിസ്റ്ററി റിപ്പോർട്ട് വ്യൂവിൽ നമുക്ക് കംപ്ലീറ്റ് ഡാറ്റ നമുക്കിവിടെ വ്യൂ ചെയ്യാൻ സാധിക്കും.
ഈ ഒരു കംപ്ലീറ്റ് ഡാറ്റ വ്യൂ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് പേജ് സെറ്റപ്പ് ചെയ്യാനും അതുപോലെ തന്നെ സൂം ഇൻ സൂം ഔട്ട് എല്ലാം ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. റൈറ്റ് സൈഡിലുള്ള പ്രിൻ്റ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു റിപ്പോർട്ട് പ്രിൻ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വരുന്നത് എക്സിറ്റ് ഓപ്ഷൻ ആണ്. എക്സിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും റീഫണ്ട് ഹിസ്റ്ററി റിപ്പോർട്ടിൻ്റെ പ്രീവിയസ് പേജിലേക്കാണ് റീഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ആണ് ഈ ഒരു സപ്ലയർ പേയ്മെൻറ്റ്സ് റിപ്പോർട്ട്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു.